ഡിയർ ഫ്രണ്ട്സ്, എനിക്കിന്ന് സംസാരിക്കാനുള്ളത് നമ്മുടെ കേരളത്തിലെ വളർന്നു വരുന്ന യുവാക്കളോടാണ്. പ്രത്യേകിച്ച് തൊഴിൽ തേടുന്നവരോ അതല്ലെങ്കിൽ സ്വന്തമായിട്ട് എന്തെങ്കിലും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം താല്പര്യമുള്ളവരോ അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയൊക്കെ മടുത്ത് ഒരു മൂഡ് ഓഫ് ആയി നമ്മുടെ കേരളം വിട്ട് പുറത്ത് അന്യ സംസ്ഥാനങ്ങളിലേക്കോ അന്യ രാജ്യങ്ങളിലേക്കോ പോകണം എന്നൊക്കെ ആഗ്രഹിച്ച് നടക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. നിങ്ങൾക്ക് വലിയൊരു വരുമാനം വേണം, നമ്മുടെ സ്വന്തം നമ്മൾ ജനിച്ച് വളർന്ന നാട്ടിൽ നിന്നുകൊണ്ട് തന്നെ, അതും സ്വന്തം ബിസിനസ്സുമായി കേട്ടോളൂ. അത് അത്രയൊന്നും സങ്കീർണമായിട്ടുള്ളൊരു കാര്യമല്ല. ചെറിയൊരു അൽഗോരിതം നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. കേരളത്തിൽ തന്നെ ഒരു ചെറിയ ആശയം കൊണ്ടും നിങ്ങൾക്ക് ലക്ഷ്യങ്ങൾ നേടാൻ വേണ്ടിയിട്ട് പറ്റും. കേരളത്തിൻ്റെ ജനസംഖ്യ ഏകദേശം 3.5 കോടി രൂപയാണ്. 3.5 കോടി ആളുകളാണ്. അതിലെ വെറും 0.1% ആളുകൾ, അഥവാ 35,000 പേർ സ്ഥിരമായിട്ട് വാങ്ങുന്ന ഒരു ഉൽപ്പന്നം നിങ്ങൾക്ക് നിർമ്മിക്കാൻ സാധിച്ചാൽ, ഓരോ ഉൽപ്പന്നത്തിൽ നിന്ന് നിങ്ങൾ വെറും 1 രൂപ അല്ലെങ്കിൽ 2 രൂപ കിട്ടുന്നത്, അല്ലെങ്കിൽ 3 രൂപ കിട്ടുന്നത്, അല്ലെങ്കിൽ 5 രൂപ ലാഭം കിട്ടിയാൽ പോലും നിങ്ങൾക്ക് കിട്ടുന്ന ലാഭത്തെക്കുറിച്ച് നിങ്ങൾ ഒന്ന് കണക്ക് കൂട്ടി നോക്കി. ഇപ്പോൾ 5 രൂപ ഒരു പ്രൊഡക്റ്റിൻ്റെ മേലെ ലാഭം കിട്ടുന്ന ഒരു പ്രൊഡക്റ്റാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ 30,000 എണ്ണം നമ്മൾ ഒരു മാസം ടാർഗറ്റ് ചെയ്താൽ പോലും 1.25 ലക്ഷം രൂപ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നമുക്ക് മാറ്റി വെക്കാൻ വേണ്ടി പറ്റും. നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ ഒരു മാസം 30,000 എന്നുള്ളതാക്കുക, പിന്നീട് നിങ്ങളത് മാസത്തിൽ 30,000, ഡെയിലി 30,000 വരുന്ന ലെവലിലേക്ക് നിങ്ങൾ ആ ബിസിനസ്സിനെ ഒരേ ഒരു സിമ്പിൾ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ അങ്ങനത്തെ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിച്ചാൽ, അതിപ്പോൾ കേരളത്തിൽ മാനുഫാക്ചർ ചെയ്യാതെ പുറത്തുനിന്ന് വരുന്നതാണെങ്കിൽ അത്രയും നല്ലത്. ഡെയിലി യൂസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ചുറ്റും ഉള്ള പ്രൊഡക്റ്റുകൾ, ഡെയിലി നിത്യേന കാണുന്ന പ്രൊഡക്റ്റുകളിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രൊഡക്റ്റ് കണ്ടെത്താൻ സാധിച്ചാൽ നിങ്ങളുടെ തലവരെയും നിങ്ങളുടെ ജീവിതവും തന്നെ മാറും. ഓക്കെ, ഇപ്പോൾ കേരളത്തിലേക്ക് പുറത്തുനിന്ന് ഇറക്കുമതി ചെയ്യുന്ന സാധാരണ പ്രൊഡക്റ്റുകൾ തിരഞ്ഞെടുക്കുക. പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ, ഭക്ഷണ വസ്തുക്കൾ, ഡെയിലി യൂസ് ഐറ്റങ്ങൾ, ഇതിലേതായാലും കേരളത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെടും. ഇതിലൂടെ നടക്കുന്ന 3 കാര്യങ്ങൾ. ഒന്ന്, നമ്മുടെ സമ്പദ് വ്യവസ്ഥ ശക്തമാകും. നിങ്ങൾക്ക് തൊഴിലവസരം, അതുപോലെ തന്നെ നിങ്ങൾ ഒരു കമ്പനിയിൽ ജോലി ചെയ്ത് സാലറി വാങ്ങുന്നതിന് പകരം നിങ്ങൾക്ക് ഒരു 10 പേർക്ക് അല്ലെങ്കിൽ ഒരാൾക്ക് നിങ്ങൾക്ക് ജോലി കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അത് വലിയൊരു സംഭവമാണ്. അപ്പോൾ ഒന്നുള്ളത് 1, 5, 10, 20 ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് വളർത്താൻ പറ്റുന്ന രീതിയിലേക്ക് നിങ്ങൾക്ക് ബിസിനസ് മാറ്റാൻ വേണ്ടി പറ്റും. നിങ്ങൾക്ക് സ്വന്തമായ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം ഇതിലൂടെ ഉണ്ട്. അപ്പോൾ ഇതൊന്ന് ചിന്തിച്ചു നോക്കുക. മറ്റുള്ളവർ നിർമ്മിച്ച ബ്രാൻഡിന് വേണ്ടി കഷ്ടപ്പെടുന്നതിന് പകരം നിങ്ങളുടെ സ്വന്തം ബ്രാൻഡ് കേരളത്തിൽ തന്നെ വളർത്തു. ചെറിയൊരു ഉൽപ്പന്നം, വലിയൊരു സ്വപ്നം. യുവാക്കളെ, സർക്കാർ സ്കീമുകളും സ്റ്റാർട്ടപ്പ് സഹായവും ബാങ്ക് ലോൺസും എല്ലാം ലഭ്യമാണ്. ഇനി വേണ്ടത് ഒരു ധൈര്യം മാത്രം. ഒരുപാട് ആളുകൾ ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നം കണ്ടെത്തി കേരളത്തിൽ തന്നെ നിർമ്മിക്കാൻ തുടങ്ങുക. ഓർക്കുക, വെറും 0.1% കേരള ജനസംഖ്യയുടെ ടാർഗറ്റ് ചെയ്ത് 5 രൂപ ലാഭം ലക്ഷങ്ങൾ പ്രതിമാസം നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, സമ്പാദിക്കാൻ വേണ്ടി പറ്റും. സ്റ്റാർട്ടിങ്ങിൽ പിന്നീട് അത് നിങ്ങൾക്ക് കോടികളിലേക്ക് എത്തിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ആ രീതിയിൽ നിങ്ങളുടെ തലച്ചോറിലെ ചിന്തിക്കുന്ന അൽഗോരിതം ഒന്ന് മാറ്റി പിടിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം വഴിമാറും. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് ആശയങ്ങൾ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി നമ്മുടെ ഈ സ്റ്റാർട്ട് മാപ്പ് എന്ന ചാനലിലൂടെ നമ്മൾ 100 മാനുഫാക്ചറിംഗ് ബിസിനസ് ആശയങ്ങൾ എന്ന് പറയുന്ന ഒരു എപ്പിസോഡ് സീരീസ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 38 എപ്പിസോഡ് നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് റെഫറൻസ് ആയിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാൻ, ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സ്റ്റാർട്ട് മാപ്പ് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.